നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ആണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ്സ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ ഗ്രൂപ്പ്സിന്, ചില പർട്ടിക്കുലർ ഗ്രൂപ്പ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. റെപ്രസെൻറ്റേഷനിൽ തന്നെ പിന്നീട് പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി കുറച്ച് എലമെൻസിൻ്റെ കളക്ഷൻ. ആ എലമെൻസ് എന്ന് പറയുന്നത് ഒറിജിനൽ ഗ്രൂപ്പിന് ഹോമോമോർഫിക് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഐസോമോർഫിസവും ഹോമോമോർഫിസവും എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഗ്രൂപ്പ്സിൻ്റെ എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻ മെനി ടു വൺ ആയി കഴിഞ്ഞാലാണ് അത് ഹോമോമോർഫിസം ആകുന്നത്. 1-to-1 റിലേഷൻ ആണെങ്കിൽ അത് ഐസോമോർഫിസമാണ്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അനദർ ഗ്രൂപ്പ് വിച്ച് ഹാസ് എലമെൻറ്റ്സ് ദാറ്റ് ആർ ഹോമോമോർഫിക് ടു ദ ഒറിജിനൽ ഗ്രൂപ്പ്. കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ആർ ഹോമോമോർഫിക് ടു ദ ഒറിജിനൽ ഗ്രൂപ്പ് ഈസ് കാൾഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രൂപ്പ്. ഇത് നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. The representation of an abstract group or a particular group, the representation of an abstract group refers to any group composed of mathematical entities or mathematical elements. Any group composed of mathematical entities which is homomorphic to the original group, അല്ലെങ്കിൽ which are homomorphic to the original. ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യാം. അവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. കൺസിഡർ എ സ്ക്വയർ മെട്രിക്സ് വിത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. Consider a group of square matrix with matrix multiplication operation. ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് ടി ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടിയുടെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ടി ഓഫ് ഇ, ടി ഓഫ് എ, ടി ഓഫ് ബി, ടി ഓഫ് സി എക്സെട്ര. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ജി ആണ്. ഇത് സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി നമുക്കൊരു നോർമൽ ഗ്രൂപ്പ് ജി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇ, എ, ബി, സി എക്സെട്ര. ഇതിൻ്റെ ഓർഡറും ജി തന്നെയാണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്ത സ്ക്വയർ മെട്രിക്സിൻ്റെ ഒരു പ്രോപ്പർട്ടി, ഇതിലെ 2 എലമെൻറ്റ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലെ തേർഡ് എലമെൻറ്റ് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് ഗ്രൂപ്പ്സിൻ്റെ പ്രോപ്പർട്ടീസ് പ്രകാരം. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ദി പ്രോപ്പർട്ടി
combination of two elements of a group under any operation gives an element of the same group. ആ എലമെൻറ്റ് നമ്മൾ എയും ബിയും ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് എ ബി എന്ന് ഫോർ ദ ടൈം ബീങ് എ ബി എന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇനി ഈ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് സി എന്ന് കിട്ടിയാൽ, അതായത് ആ ഗ്രൂപ്പിലെ തന്നെ ഒരു എലമെൻറ്റ് കിട്ടിയാൽ എ കോമ്പിനേഷൻ ബി എടുക്കുമ്പോൾ സി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ആണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ, ഇഫ് വി ഗെറ്റ് എ ബി ഈസ് ഈക്വൽ ടു സി ഇൻ ജി, ദെൻ ഇവിടെ എന്തായിട്ട് മാറും? ടി ഓഫ് എ കോമ്പിനേഷൻ ടി ഓഫ് ബി ഈസ് ഈക്വൽ ടു ടി ഓഫ് എ ബിക്ക് പകരം സി വരും. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി പ്രകാരം കോമ്പിനേഷൻ ഓഫ് ടു എലമെൻറ്റ്സ് എടുത്തു കഴിയുമ്പോൾ, മെട്രിക്സ് ഗ്രൂപ്പിൽ കോമ്പിനേഷൻ ഓഫ് ടു എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു റിസൾട്ടൻറ്റ് കിട്ടി. ആ റിസൾട്ടൻറ്റിനെ എ ബി എന്ന് എടുത്താൽ, നോർമലി നമുക്ക് ഇതിപ്പോൾ സ്ക്വയർ മെട്രിക്സിൻ്റെ കേസാണ്. നോർമലി ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ നമുക്കറിയാവുന്ന എന്താണ്, രണ്ട് എലമെൻറ്റ്സിൻ്റെ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലെ ഒരു തേർഡ് എലമെൻ്റ് ആയിരിക്കും റിസൾട്ടായിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ബി എന്ന് പറയുന്നത് സി കൊടുത്താൽ നമുക്ക് combination of two elements of the square matrix gives another square matrix in the same group. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിനെയാണ് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ സച്ച് എ സെറ്റ് ഈസ് കാൾഡ് representation of the group G. ഏത് ഗ്രൂപ്പിൻ്റെയാണ്? ഒറിജിനൽ ഗ്രൂപ്പായ ജിയുടെ റെപ്രസെൻറ്റേഷനാണ് നമുക്ക് ഈ ഗ്രൂപ്പ് വെച്ചിട്ട് അനദർ ഗ്രൂപ്പ് വെച്ചിട്ട് കിട്ടുന്നത്. സച്ച് എ സെറ്റ് ഈസ് കാൾഡ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഗ്രൂപ്പ് ജി. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്? ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അബ്സ്ട്രാക്റ്റ് ഗ്രൂപ്പ് refers to any group composed of mathematical entities which are homomorphic to the original group. Consider a group of square matrix with matrix multiplication as operation. We have the original group, we have property combination of any two elements gives a resultant. If combination of any two elements in this group is equal to a third element in the same group, അതായത് എ ബി എന്ന് പറയുന്നത് സി ആണെങ്കിൽ ജിയിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സി കൊടുത്തു കഴിഞ്ഞാൽ ടി ഓഫ് എ ടി ഓഫ് ബി കോമ്പിനേഷൻ നമുക്ക് ടി ഓഫ് സി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. സച്ച് എ റെപ്രസെൻറ്റേഷൻ ഈസ് കാൾഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഗ്രൂപ്പ് ജി. ഇനി ഇവിടെ നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് നമുക്ക് റെപ്രസെൻറ്റേഷൻ്റെ ഡയമെൻഷൻ തരും. നമ്പർ ഓഫ് rows or columns gives number of rows or columns of set T gives the dimension of the representation. അപ്പോൾ ഇത് മെട്രിക്സ് ആയതുകൊണ്ട് അതിൻ്റെ നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ കോളംസ് എന്ന് പറയുന്നത് ഈ റെപ്രസെൻറ്റേഷൻ്റെ ഡയമെൻഷൻ തരും. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ. ഒരു റെപ്രസെൻറ്റേഷൻ എപ്പോഴാണ് ഫെയ്ത്ത്ഫുൾ ആകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സെറ്റിലെ എലമെൻറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, പിന്നെ 1-to-1 കറസ്പോണ്ടൻസ് എക്സിസ്റ്റ് ചെയ്യണം, അതായത് ഐസോമോർഫിക് ആയിരിക്കണം. നമ്മൾ ഇതേ കൺസിഡർ ചെയ്ത ഗ്രൂപ്പിൽ ടി എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ഗ്രൂപ്പിലെ ഓരോ മെട്രിസസും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ, അതായത് രണ്ട് മെട്രിസസ് സെയിം ആകാൻ പാടില്ല, അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആകുകയും വേണം. ടിയും ജിയും എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പ് തമ്മിൽ 1-to-1 കറസ്പോണ്ടൻസ്, ആൻ എലമെൻറ്റ് കറസ്പോണ്ട്സ് ടു അനദർ എലമെൻറ്റ്, ടി ഓഫ് എ കറസ്പോണ്ട്സ് ടു എ, ടി ഓഫ് ബി കറസ്പോണ്ട്സ് ടു ബി, ഇങ്ങനെ ഒരു റിലേഷൻസ് എക്സിസ്റ്റ് ചെയ്യാൻ വേണം
പിന്നെ പ്രോഡക്ട്സ് ടി ഓഫ് എ ടി ഓഫ് ബി ഇസിക്കൽ ടു ടി ഓഫ് സി, എ ബി ഇസിക്കൽ ടു സി എന്നീ കൈൻഡ് ഓഫ് റിലേഷൻസ് വരുന്നുണ്ടെങ്കിൽ, അതായത് എലമെൻറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റും ആകണം, ഐസോമോർഫിസവും എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് ഒരു റെപ്രസെൻറ്റേഷന് നമുക്ക് ഫെയ്ത്ത്ഫുൾ എന്ന് പറയാൻ പറ്റുന്നത്. എ റെപ്രസെൻറ്റേഷൻ ഈസ് കോൾഡ് ഫെയ്ത്ത്ഫുൾ if the matrices of set T are all distinct. If matrices of set T are all distinct, one-to-one correspondence exists between elements. One-to-one correspondence exists between the elements of the group G and set T. അതായത് ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യണം. One-to-one correspondence exists between the elements between the groups G and T. Such a representation is called faithful representation. അടുത്തത് unfaithful representation. അപ്പോൾ എന്താണ് അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ? ഇവിടെ ഗ്രൂപ്പിൻ്റെ എലമെൻറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആകാൻ പാടില്ല. നമ്മൾ കൺസിഡർ ചെയ്ത മെട്രിക്സ് ഗ്രൂപ്പിൻ്റെ എലമെൻറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല. ഇപ്പോൾ 2 എലമെൻറ്റ്സ് വേണമെങ്കിൽ സെയിം ആകാം, അതൊന്ന്. പിന്നെ ഗ്രൂപ്പ് ജിയും ടിയും ഐസോമോർഫിക് അല്ല, ഹോമോമോർഫിക് ആകണം. അതായത് 1 to many റിലേഷൻസ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന് അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയാനായിട്ട് പറ്റും. If the matrices of the set T are not all distinct, if matrices of the set are not all distinct, the group G and T are homomorphic. The group G and T are homomorphic. അങ്ങനെയാണെങ്കിലാണ് ഒരു റെപ്രസെൻറ്റേഷൻ അൺഫെയ്ത്ത്ഫുൾ ആണെന്ന് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ. റെപ്രസെൻറ്റേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത് അതിലെ ഓരോ എലമെൻസിനെയും നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് യൂസ് ചെയ്ത് അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, സിംപ്ലസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ് അല്ലെങ്കിൽ യൂണിറ്റി വെച്ചിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു റെപ്രസെൻറ്റേഷനെയാണ് ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ട്രിവിയൽ ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യും. അതായത് ഹോമോമോർഫിസം പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഗ്രൂപ്പാണ് ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ. അതുകൊണ്ട് തന്നെ ഇതൊരു അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ആണ്. പിന്നെ ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്, അതായത് ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് മെട്രിക്സ്,
അതായത് ഇപ്പോൾ ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അത് ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അതിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് മെട്രിക്സ് ആയിരിക്കും. 1 0 0 1 അല്ലെങ്കിൽ 1 0 0 അങ്ങനെ 1ൻ്റെ ടേംസിലുള്ള അതായത് യൂണിറ്റ് മെട്രിക്സ് ഓഫ് അപ്രോപ്രിയേറ്റ് ഓർഡർ. 2/2 ആണെങ്കിൽ 2 ഓർഡർ, 3/3 ആണെങ്കിൽ 3 ഓർഡർ, അങ്ങനെ കറസ്പോണ്ടിങ് ഓർഡേഴ്സ് ഉള്ള യൂണിറ്റ് മെട്രിക്സ് ആയിരിക്കും ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈ ടി ഓഫ് ഇ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈ ഗ്രൂപ്പിൻ്റെ ടി ഓഫ് ഇ ആണ്. അപ്പോൾ അത് മെട്രിക്സ് ആയിരിക്കും. അത് ഇപ്പോൾ 2/2 ആണെങ്കിൽ 2 ഓർഡർ ആയിരിക്കും, അല്ലെങ്കിൽ 3 ഓർഡർ ആയിരിക്കും. അങ്ങനെ കറസ്പോണ്ടിങ് ഓർഡറുള്ള യൂണിറ്റ് മെട്രിക്സ് ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷനിൽ. സോ ദ സിംപ്ലസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ the simplest representation of a group is obtained by associating unity with each element of the group, and therefore the representation is called identity representation, and therefore the representation is called an identity representation. The simplest representation is obtained by associating unity with each element of the group. Therefore the representation is called identity representation. ഇതിലെ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇത് ഹോമോമോർഫിസം ഹോമോമോർഫിസം ഷോ ചെയ്യും. ഇറ്റ് ഗീവ്സ് ട്രിവിയൽ ഹോമോമോർഫിസം. It shows trivial homomorphism. അതുകൊണ്ട് തന്നെ ഇതൊരു അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ആണ്. ഇറ്റ് ഈസ് ആൻ അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ. ഇനി ഐഡൻറ്റിറ്റി എലമെൻ്റ് എങ്ങനെയാണ്? Identity element is represented by identity element of the group must be represented by unit matrix of corresponding or appropriate order. Unit matrix of appropriate order. ഇത്രയാണ് ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയുള്ളൊരു പോയിൻ്റാണ് ഇക്വലൻ്റ് റെപ്രസെൻറ്റേഷൻ. ഒരു ഗ്രൂപ്പിൽ നിന്ന് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ വഴി ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്ന അനദർ റെപ്രസെൻറ്റേഷൻ. അതല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷനിൽ നിന്ന് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻസിലൂടെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ സിമിലറായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസിലൂടെ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്ന അനദർ റെപ്രസെൻറ്റേഷൻ. ഇറ്റ് ഈസ് കോൾഡ് ഇക്വലൻ്റ് റെപ്രസെൻറ്റേഷൻ. ദേ ഓൺലി ഡിഫർ ഇൻ ദ ഫ്രെയിംസ് ദേ ആർ സ്റ്റേറ്റഡ്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഫ്രെയിംസിൽ അല്ലെങ്കിൽ കാണുന്ന ആംഗിൾസിൽ ഒരു ഗ്രൂപ്പിനെ എക്സ്പ്രസ് ചെയ്യുന്ന ചില പർട്ടിക്കുലർ വേയ്സിൽ മാത്രമേ അത് ഡിഫറൻസ് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത പക്ഷം അത് എസെൻഷ്യലി സെയിം തന്നെയാണ്. ഒരു ഗ്രൂപ്പിനെ നമ്മൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻസ് വഴി വേറൊരു ഫോമിലോട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ സച്ച് ദാറ്റ് ദേ ഓൺലി ഡിഫർ ഇൻ ദ ഫ്രെയിം സ്റ്റേറ്റഡ് ആൻഡ് എസെൻഷ്യലി ദേ ആർ സെയിം, such a representation is called equivalent representation. Representations derived from
the original representation by similarity transformation. They differ only in the frames stated. They differs only in the frames stated. Such a representation is essentially same and are called equivalent representation. ഇത്രയാണ് നമുക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രൂപ്പിനെ കുറിച്ചും അതിൻ്റെ കുറച്ച് ടൈപ്സിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് റെഡ്യൂസബിൾ ആൻഡ് ഇറെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ. റെഡ്യൂസബിൾ ആൻഡ് ഇറെഡ്യൂസബിൾ representations. ഫസ്റ്റ് നമുക്ക് എന്താണ് റെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് നോക്കാം. റെപ്രസെൻറ്റേഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ലോവർ ഡയമെൻഷണൽ എലമെൻറ്റ്സ്. ചില റെപ്രസെൻറ്റേഷൻസിന് നമുക്ക് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻസ് വഴി ലോവർ ഡയമെൻഷണൽ എലമെൻറ്റ്സ് ആയിട്ട്, അതായത് സിംപ്ലർ എലമെൻസിൻ്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻസിനെയാണ് റെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേഷൻ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് റെഡ്യൂസബിൾ ഡയമെൻഷണൽ എലമെൻറ്റ്സ് ബൈ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻസ് വഴി ലോവർ ഡയമെൻഷണൽ എലമെൻസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസബിൾ ആണ്. ദ റെപ്രസെൻറ്റേഷൻസ് which may be expressed in terms of lower dimensional elements by means of അല്ലെങ്കിൽ by similarity transformation. By similarity transformations are called reducible representations. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നോക്കാം. നമ്മൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പല രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസ് ഉണ്ടാകും. A group may have two or more kinds of representation. അപ്പോൾ from these representation a single new representation may be obtained in several ways. അപ്പോൾ ഒരു ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള റെപ്രസെൻറ്റേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അതിലെ രണ്ട് റെപ്രസെൻറ്റേഷനിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ വഴി ഒരു പുതിയ റെപ്രസെൻറ്റേഷൻ ഡിറൈവ് ചെയ്തെടുക്കാം. ഇതിലെ സിംപ്ലസ്റ്റ് വേ രണ്ട് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സിംപ്ലസ്റ്റ് വേ, പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാനുള്ള സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കൺസിഡറിങ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ഫൈനൈറ്റ് ഓർഡർ ഫൈനൈറ്റ് ഓർഡർ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്പെസിഫിക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയാണ്. എ ഗ്രൂപ്പ് ഓഫ് ഫൈനൈറ്റ് ഓർഡർ
ഇൻഫൈനൈറ്റ് എടുത്തിട്ട് നമുക്ക് പറയാം എ ഗ്രൂപ്പ് ഓഫ് ഫൈനൈറ്റ് ഓർഡർ മേ ഹാവ് 2 or more representations. From these representation, a new single representation. From these, a new single representation may be formed in several ways. പല രീതിയിൽ നമുക്ക് രണ്ട് റെപ്രസെൻറ്റേഷനിൽ നിന്ന് ഒരു പുതിയ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. The simplest way is to join 2 into 1. Simplest way is to join 2 representation into 1. അപ്പോൾ നമുക്ക് ഈ 2 റെപ്രസെൻറ്റേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രം 2 representations T1 of E, T1 of A, T1 of B, T1 of C, etc. T2 of A, T2 of B, T2 of C, etc. അപ്പോൾ ഈ രണ്ട് റെപ്രസെൻറ്റേഷൻസ് നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കമ്പൈൻ the set and form a new representation consisting of super matrices ആസ് നമ്മളിവിടെ മെട്രിക്സ് എലമെൻറ്റ്സ് ഉള്ള റെപ്രസെൻറ്റേഷനാണ് കമ്പൈൻ ചെയ്യുന്നത്. ഇത് n എലമെൻറ്റ്സും ആകാം, ഇൻഫിനിറ്റ് എലമെൻറ്റ്സും ആകാം. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും മെട്രിക്സ് എലമെൻറ്റ്സ് റെപ്രസെൻറ്റേഷൻ കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് സൂപ്പർ മെട്രിക്സ് എലമെൻറ്റ്സ് ഉള്ള സൂപ്പർ മെട്രിക്സ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റെപ്രസെൻറ്റേഷനാണ്. We combine these sets and form a new representation consisting of super matrix elements as എങ്ങനെയാണ് കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ T1 of E 0 0 T2 of E ഇത് ഒരു എലമെൻറ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് T1 of A 0 0 T2 of A, T1 of B 0 0 T2 of B, etc. ഈ ഒരു രീതിയിൽ വരുന്ന റെപ്രസെൻറ്റേഷൻസിനെയാണ് നമ്മൾ റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി a super matrix representation in form of 1, അതായത് above representation, or which may be brought to 1,
ഈ ഒരു ഫോമിലുള്ള സൂപ്പർ മെട്രിക്സിൻ്റെ ഫോമിലുള്ള റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസ് ആണ് റെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ. ബ്രോട്ട് ടു വൺ ബൈ എ സിമിലാരിറ്റി. എങ്ങനെ? സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻസ് വഴി. സിമിലാരിറ്റി ത്രൂ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ are called reducible representation. A supermatrix representation in form of 1 or which may be brought to 1 by similarity transformation are called reducible representation. അപ്പോൾ ഇത് നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽ റെപ്രസെൻറ്റേഷനിൽ നിന്ന് കമ്പൈൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിറൈവ്ഡ് റെപ്രസെൻറ്റേഷൻ ആണ്, ഏതോ ഒരു റെപ്രസെൻറ്റേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നതാണ് എന്ന് ഇൻഫർമേഷൻ കിട്ടും. എ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ may also give the information that reveal the information that it is a derived representation from two other representation. വേറെ രണ്ട് റെപ്രസെൻറ്റേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നതാണ് എന്നൊരു ഇൻഫർമേഷൻ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. എ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ may reveal the information that it is a derived representation from two other representations. രണ്ട് വേറെ റെപ്രസെൻറ്റേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്ന റെപ്രസെൻറ്റേഷൻ ആണെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അപ്പോൾ ഈ ഫോമിൽ എഴുതാൻ പറ്റുന്ന റെപ്രസെൻറ്റേഷനാണ് റെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റാത്ത ഈ ഫോമിൽ ലോവർ ഡയമെൻഷണൽ എലമെൻസിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റാത്ത റെപ്രസെൻറ്റേഷനാണ് ഇറെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ. എ റെപ്രസെൻറ്റേഷൻ വിച്ച് cannot be written in form of 1 or which cannot be expressed in terms of lower dimensional elements. Is called irreducible representation. ഇനി നമ്മൾ ഈ എക്സ്പ്രസ് ചെയ്ത റെഡ്യൂസബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഓരോ ഇൻഡിവിജ്വൽ ടേംസിനെ ബ്ലോക്ക് ഫോംസ് എന്നാണ് പറയുന്നത്. ദ സ്ട്രക്ചർ ഓഫ് reducible representation are indicated by block form. ദീസ് ബ്ലോക്ക് ഫോംസ് ആർ, ഈ ഇൻഡിവിജ്വൽ ബ്ലോക്ക് ഫോംസ് എന്ന് പറയുന്നത് ഇറെഡ്യൂസിബിൾ ആണ്. റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ടേംസും ബ്ലോക്ക് ഫോം വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ദീസ് ബ്ലോക്ക് ഫോംസ് ആർ ഇറെഡ്യൂസിബിൾ. ഇനി
നേരത്തെ നമ്മുടെ എക്സാമ്പിൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സിമ്പിൾ ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ദ പ്രീവിയസ് എക്സാമ്പിൾ can be represented as T is equal to T1 plus T2 or T is equal to sigma I AI TA. ഇങ്ങനെയാണ് നമുക്ക് പ്രീവിയസ് എക്സാമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാണ്ടം മെക്കാനിക്സിൽ ഇത് ഡീജനറേറ്റ് ഐഗൺ ഫങ്ഷൻസിൻ്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എനർജി ലെവൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരും. ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ഹാസ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ബിക്കോസ് ഇറ്റ് ഗീവ്സ് എ സെറ്റ് ഓഫ് ഡീജനറേറ്റ് ഐഗൺ ഫങ്ഷൻസ് ഓർ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എനർജി ലെവൽസ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് പാർട്ടിക്കിൾസിൻ്റെ എയ്ഗൺ ഫങ്ഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ എനർജി ലെവൽസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാകേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമുക്ക് ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻസ് യൂസ്ഫുള്ളായിട്ട് വരാറുണ്ട്. ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻസ് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് role in quantum mechanics as it gives set of degenerate eigen functions or the number of distinct energy levels. Irreducible representation have significant role in quantum mechanics as it gives set of degenerate eigenfunctions or number of distinct energy levels. ഇത്രയാണ് നമുക്ക് റെഡ്യൂസിബിൾ ആൻഡ് ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അടുത്തതിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ലൈ ഗ്രൂപ്പ്സും കണ്ടിന്യൂസ് ഗ്രൂപ്പ്സുമാണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ലൈ ഗ്രൂപ്പ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ഗ്രൂപ്പ് എലമെൻസിൻ്റെ ചില പാരാമീറ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ 2 ഗ്രൂപ്പ് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടാവാം. ചിലപ്പോൾ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ദാറ്റ് ദേ ഡിഫർ only slightly from one another, whose parameters differ only slightly from one another. അങ്ങനെയുള്ള എലമെൻസിനെയാണ് അഡ്ജസൻ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. 2 എലമെൻറ്റ്സ് അവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ സ്മോളാണ്, ചെറിയ ഒരു ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്, പാരാമീറ്റർ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ അവർ അഡ്ജസൻ്റ് എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇനി ഐഡൻറ്റിറ്റി എലമെൻസിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഇൻഫിനിറ്റ്സിമൽ ഗ്രൂപ്പ്. ദ ഗ്രൂപ്പ് എലമെൻറ്റ്സ് അഡ്ജസൻറ്റ് ടു ഐഡൻറ്റിറ്റി എലമെൻറ്റിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് ഇൻഫിനിറ്റ്സിമൽ ഗ്രൂപ്പ്. അവർ ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇൻഫിനിറ്റ്സിമൽ ഗ്രൂപ്പ്. ഐഡൻറ്റിറ്റി എലമെൻറ്റിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇൻഫിനിറ്റ്സിമൽ ഗ്രൂപ്പ്. ഈ ടൈപ്പ് ഓഫ് ഗ്രൂപ്പിനെയാണ്, ഇൻഫിനിറ്റ്സിമൽ ഗ്രൂപ്പിനെയാണ് ലൈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഹൂസ് പാരാമീറ്റർ ഡിഫേഴ്സ് ഓൺലി slightly from one another are called adjacent element. The group elements adjacent to identity element is called infinitesimal group. Such a group were studied extensively by Sophus Lie, therefore called Lie groups. അപ്പോൾ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ ചെറിയ പാരാമീറ്റർ ഡിഫറൻസ് ഉള്ള കൈൻഡ് ഓഫ് എലമെൻറ്റ്സ് ആണ് അഡ്ജസൻ്റ് എലമെൻറ്റ്. ഐഡൻറ്റിറ്റി എലമെൻറ്റിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പാണ് ഇൻഫിനിറ്റ്സിമൽ ഗ്രൂപ്പ്. അങ്ങനത്തെ ഗ്രൂപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത ഒരാളാണ് സോഫസ് ലൈ. അതുകൊണ്ട് ആ ഇൻഫിനിറ്റ്സിമൽ ഗ്രൂപ്പ്സിനെയാണ് ലൈ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്.
ഇനി ലൈ ഗ്രൂപ്പിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് റൊട്ടേഷൻ അബൌട്ട് ഇസഡ് ആക്സിസ്. എ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് റൊട്ടേഷൻസ് അബൌട്ട് ഇസഡ് ആക്സിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വൺ പാരാമീറ്റർ ലൈ ഗ്രൂപ്പ്. ഇനി ഇതിൻ്റെ അബിലിയൻ നേച്ചറിനെ കുറിച്ച് പറയാം. ഒരു കണ്ടിന്യൂസ് പാരാമീറ്റർ ഉള്ള ഗ്രൂപ്പ് ഓൾവേസ് അബിലിയൻ ആണ്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇ പ്ലസ് എപ്സിലോൺ എ ഇൻറ്റു ഇ പ്ലസ് എപ്സിലോൺ ബി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് എപ്സിലോൺ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എപ്സിലോൺ സ്ക്വയർ എ ബി. ഇതൊന്ന്. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു ഫോം ഇ പ്ലസ് എപ്സിലോൺ ബി ഇൻറ്റു ഇ പ്ലസ് എപ്സിലോൺ എ ഈക്വൽ ടു സിമിലർ സെയിം തന്നെ ഇ പ്ലസ് എപ്സിലോൺ എ പ്ലസ് ബി പ്ലസ് എപ്സിലോൺ സ്ക്വയർ എ ബി. ഇതാണ് എ കണ്ടിന്യൂസ് വൺ പാരാമീറ്റർ ഗ്രൂപ്പ് ഈസ് ഓൾവേസ് അബിലിയൻ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ആസ്. ഒരു കണ്ടിന്യൂസ് വൺ പാരാമീറ്റർ അബിലിയൻ ഗ്രൂപ്പിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഈ എഴുതിയത്. ഇതിൽ നമുക്ക് കമ്മ്യൂട്ടേറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? മെട്രിക്സ് അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി സെക്കൻഡ് ഓർഡറിലാണ് അറൈസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എപ്സിലോൺ 0 ആയി കഴിയുമ്പോഴത്തേനും അഡ്ജസൻറ്റ് elements adjacent to identity elements forms a Lie group. അപ്പോൾ നോൺ കമ്മ്യൂട്ടേറ്റീവ് മെട്രിക്സ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോൺ കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി occurs at second order. So when epsilon is equal to 0, adjacent elements to identity elementന് adjacent ആയിട്ടുള്ള എലമെൻറ്റ്സ് Lie ഗ്രൂപ്പ് ഫോം ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻസിനെ കുറിച്ചും റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രൂപ്പിനെ കുറിച്ചും പറയാനായിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രൂപ്പ്സ് പറഞ്ഞു, അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു, കുറച്ച് ടൈപ്സ് പറഞ്ഞു, പിന്നെ ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനും റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനും പറഞ്ഞു, പിന്നെ ലൈ ഗ്രൂപ്പ്സും പറഞ്ഞു. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബാക്കിയായി കണ്ടിന്യൂസ് ഗ്രൂപ്പ്സ് ഉണ്ട്, പിന്നെ യൂണിറ്ററി ഗ്രൂപ്പ്സ് ഉണ്ട്. യൂണിറ്ററി ഗ്രൂപ്പ്സിൻ്റെ തന്നെ മെയിൻ ടൈപ്പായിട്ടുള്ള SU2 ഗ്രൂപ്പും അതിൻ്റെ ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനും. ഇത്രയും ടോപ്പിക്സാണ് ഗ്രൂപ്പ് തിയറിയിൽ ബാക്കിയായിട്ടുള്ളത്.